ചിലരാണെങ്കിൽ ഈ ഇന്റർവ്യൂവിന്റെ സമയത്ത് ചിലപ്പോൾ ദാണ്ട് ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കും. ഒരു രണ്ടുപേരും ഇപ്പൊ കാലാട്ടിയാണ് ഇങ്ങനെ രണ്ടുപേരും അത് ഞാൻ എന്റെ ഇടയ്ക്ക് ഒബ്സർവ് ചെയ്തു. നമ്മൾ കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? എനിക്ക് ഇന്റർവ്യൂവിന് ഇതാ ഇങ്ങനെ കയറിയിരിക്കാൻ എനിക്ക് പറ്റില്ല. വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല, കാലം മാറി. എനിക്ക് കാലിന്മേ കാല് എടുത്ത് വെച്ച് ഇരിക്കുന്നത് എന്തോ ഒരു അനാദരവ് പോലെ. വരാനുള്ളത് വഴിയിൽ പോയിട്ട് വലയെ പോലും തന്നത്തില്ല. പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പൊ മനോജ് അത് ചെയ്യുന്നില്ല. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ ഇരിക്കാറില്ല. അത് പിന്നെ തരം പോലെ കാര്യങ്ങൾ മാറ്റാൻ കഴിവുള്ള ആളാണ് ചേട്ടൻ എന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥ. അല്ല, അത് മാത്രമല്ല, ഇതിനകത്ത് അശോകൻ ഇങ്ങനെ ഇരിക്കുന്നു. അശോകൻ ഇവനാള് കുഴപ്പട്ടാ, ഇവനൊന്നും എന്റെ മാഷായിട്ട് ജനിക്കാൻ എന്റെ ഭാഗ്യം. വേറെ ചിലരുടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കുക. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഈ ചില ആൾക്കാർ അനാദരവ് എന്നൊക്കെ പറഞ്ഞ സംഭവം വേറെ ചില ആൾക്കാരുണ്ട്. ഇങ്ങനെ ഇരിക്കും. അതാണ് എന്നിട്ട് ആ കാല് അങ്ങനെ ആട്ടിക്കൊണ്ട് അഹങ്കാരം എന്നൊക്കെ പറയാൻ. അതൊരിക്കലും പാടില്ല, മര്യാദ ഇല്ല. ആരും വില തരില്ല. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്തുനിന്ന് ഇറങ്ങി പോടാ പുല്ലേ എന്ന് പറയും പോലെ. വേറെ ചിലരുടെ ഇതേപോലെ ഇന്റർവ്യൂല് ചോദ്യം എന്തെങ്കിലും ചോദിച്ചേ, എന്തെങ്കിലും ചോദ്യം ചോദിക്കാം. എനിക്കൊരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതെങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെ കൂടെ ഞെളിയണതിനാടാ? സിനിമയില് മെയിൻ കഥാപാത്രത്തെ എന്താ ചോദ്യം ഒന്നുള്ളത്? ഉറക്കം വരുന്നു. അതാണ് പറഞ്ഞത്. അപ്പൊ ആ ചോദ്യം ഒന്നും ശ്രദ്ധിക്കാതെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കും. കോമഡിയനാണല്ലേ? അല്ല, ട്രാജഡിയനാ. കോമഡിയന്മാരെ എനിക്ക് തീരെ കണ്ടുകൂടാ. ഇഷ്ടപ്പെടാൻ വഴിയില്ല. സാറിനെ പോലുള്ള കഥാപാത്രങ്ങളെ അനുകരിച്ചാണല്ലോ ഞങ്ങൾ കോമഡി ഉണ്ടാക്കുന്നത്. ടെൻഷനായി. ജീവിതത്തിൽ എനിക്ക് തെറ്റുപറ്റിയ അപൂർവം ചില നിമിഷങ്ങളിലും സോറി.